വെള്ളാപ്പള്ളിക്ക് പത്മ പുരസ്കാരം നൽകിയ തീരുമാനം പിൻവലിക്കണമെന്ന് രാഷ്ട്രപതിക്ക് നിവേദനം. സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി RS ശശികുമാറാണ് നിവേദനം നൽകിയത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, ഒന്ന്, വെള്ളാപ്പള്ളി ഇത് പൊതുമധ്യത്തിൽ തള്ളി പറഞ്ഞിട്ടുള്ളതാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഈ നിവേദനത്തിൽ പറഞ്ഞിരിക്കുന്നത്? RS ശശികുമാർ രാഷ്ട്രപതിക്ക് നൽകിയ നിവേദനത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഈ പത്മ പുരസ്കാരത്തെ മാധ്യമങ്ങളിലൂടെ പരസ്യമായി അധിക്ഷേപിച്ച വ്യക്തിയാണ് എന്ന് പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് ഈ നിവേദനം നൽകിയിരിക്കുന്നത്. അതായത് പത്മഭൂഷൺ പുരസ്കാരം നൽകാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് രാഷ്ട്രപതിക്ക് നിവേദനം നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക പദ്ധതി പ്രകാരം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് മൈക്രോ ഫിനാൻസിലൂടെ തുച്ഛമായ പലിശയിൽ സ്വന്തം സമുദായങ്ങൾക്ക് വായ്പയായി നൽകേണ്ട കോടിക്കണക്കിന് രൂപയിൽ കൃത്രിമം കാട്ടിയതായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കൊലപാതക കേസ് ഉൾപ്പെടെ 127 ക്രിമിനൽ കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. മാത്രമല്ല നിലവിൽ 21 കേസുകൾ കുറ്റപത്രത്തിലെത്തിയിരിക്കുന്ന ഘട്ടത്തിലുമാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ തിരിച്ച് രാഷ്ട്രത്തിന്റെ ഉന്നത ബഹുമതി പുരസ്കാരം നൽകുന്നത്. പത്മ പുരസ്കാരം നേടിയവരോടുള്ള അനാദരമാണ്, മാത്രമല്ല ഇത് അനീതിയാണെന്നും കൂടി ചൂണ്ടിക്കാട്ടിയാണ് ഈ നിവേദനം നൽകിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, 2 വർഷം മുമ്പ് വെള്ളാപ്പള്ളി നടേശന് ഓണററി ഡോക്ടറേറ്റ് ബിരുദം നൽകാനുള്ള നിർദ്ദേശം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നേരത്തെ അന്ന് തന്നെ തള്ളിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രം പത്മ പുരസ്കാരം നൽകി ആദരിക്കരുതെന്നും നിവേദനത്തിൽ പറയുന്നുണ്ട്. ഏതായാലും വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി തന്നെ ഒരു അഭിമുഖത്തിൽ പത്മ പുരസ്കാരത്തെ അവഹേളിച്ചുകൊണ്ട് സംസാരിച്ചു എന്ന വിഷയമടക്കം പരാമർശിച്ചാണ് രാഷ്ട്രപതിക്ക് മുൻപാകെ ഇതിൽ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം RS ശശികുമാർ നൽകിയിരിക്കുന്നത്. പ്രശാന്ത്, ഇന്നലെ ഞാൻ പ്രശാന്തിലേക്ക് തിരികെ വരാം.